അമേരിക്ക അടുത്തതായി കണ്ണെറിയുന്നു ഗ്രീൻലാൻഡ് ദ്വീപിലേക്ക്. വിലക്ക് വാങ്ങിയതും ഏറ്റെടുത്തും പല രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങൾ പലപ്പോഴായി കൂട്ടിച്ചേർത്താണ് അമേരിക്ക ഇന്നത്തെ അമേരിക്കയായത്. ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിലും വിൽക്കുകയാണെങ്കിൽ വാങ്ങാം, ഇനി അതല്ലെങ്കിൽ പിടിച്ചെടുക്കാനും മടിക്കില്ലെന്നാണ് രണ്ടാം വരവിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. 1803-നും 1898-നും ഇടയിൽ പല ഡീലുകളിലൂടെയും അമേരിക്ക ഇതുപോലെ ഏറ്റെടുത്ത് വികസിച്ചത് 3 ഇരട്ടിയായിട്ടാണ്. അതിശോക്തിയൊന്നുമല്ല. വിലയ്ക്ക് വാങ്ങിയതും ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടും ബലപ്രയോഗത്തിലൂടെയും ഒക്കെ ഇത് തുടർന്നു പോകുന്നു. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. വടക്കേ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിൽ ആർട്ടിക് മേഖലയിലാണ് ഈ ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത്. ആർട്ടിക്കിലാണെങ്കിലും യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിൻ്റെ കീഴിലെ 2 സ്വയംഭരണ പ്രദേശങ്ങളിൽ ഒന്നാണ് ഗ്രീൻലാൻഡ്. അന്നാട്ടുകാരെല്ലാം ഡെൻമാർക്ക് പൗരരാണ്. ന്യൂക്കാണ് തലസ്ഥാനം. 1979-ൽ ഹിതപരിശോധനയിലൂടെ ഗ്രീൻലാൻഡ് സ്വയംഭരണം നേടി. കഷ്ടിച്ച് 57,000 പേരൊക്കെ താമസക്കാരായിട്ട് ആ ദ്വീപിലുള്ളൂ. ആകെ ദ്വീപിൻ്റെ 80% മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലത്ത് വർഷത്തിൽ 2 മാസമൊക്കെ തുടർച്ചയായി സൂര്യപ്രകാശം കിട്ടുകയുള്ളൂ.